കർത്താവിന്റെ നല്ല വചനം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിനകത്ത്, ജോൺ ചാപ്റ്റർ 17 വേഴ്സ് നമ്പർ 2, യോഹന്നാൻ സുവിശേഷം 17:2 ഇങ്ങനെ വചനം പറയുന്നേ, for you have given him authority over his eternal life to each one you have given him. യേശു പറഞ്ഞ ഒരു കാര്യം, യേശു പിതാവായ ദൈവത്തിനോട് സംസാരിക്കുക. എന്നിട്ട് യേശു പറയുവാണ്, അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും, പിതാവായ ദൈവം യേശുവിന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്, ആമേൻ, നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്, ആമേൻ, അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല മനുഷ്യരുടെ മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു. ആമേൻ, നീ സകല മനുഷ്യരുടെ മേലും അവന് അധികാരം നൽകിയിരിക്കുന്നല്ലോ. യേശു കർത്താവ് പിതാവായ ദൈവത്തിനോട് സംസാരിക്കുക. എനിക്ക് അധികാരം തന്നിരിക്കുന്നല്ലോ. ആർക്ക്? എല്ലാവരുടെ മേൽ. ആരൊക്കെ ദൈവസന്നിധിയിലേക്ക് യേശു ക്രിസ്തു വഴി നമുക്ക് ആർക്കും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യേശു അല്ലാതെ കടന്നു ചെല്ലാൻ പറ്റത്തില്ല. യേശുവിലൂടെ അല്ലാതെ കടന്നു ചെല്ലാൻ പറ്റത്തില്ല. യേശു അല്ലാതൊരു മാർഗമില്ല സ്വർഗത്തിലേക്ക്. യേശു അല്ലാതെ ഒരു വഴിയുമില്ല രക്ഷപ്പെടുവാനായിട്ട്. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മേളില് ഒരേ ഒരു നാമമേ ഉള്ളൂ നമ്മളെ രക്ഷപ്പെടുത്താൻ, യേശുവിന്റെ നാമം. ഹാലലുയ. യേശുവെന്ന് വിളിച്ച് അപേക്ഷിക്കുന്ന, യേശുവേ എന്നൊന്ന് വിളിച്ചാല് ഹാലലുയ, പല മേഖലകളും പല ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. ഹാലലുയ. എന്താന്ന് വെച്ചാൽ ഭൂലോകരും അധോലോകരും സകല ശക്തികളും വിറയ്ക്കുന്ന ഒരു നാമമേ ഉള്ളൂ, യേശുവിന്റെ നാമം. ഹാലലുയ. വേറെ ഒന്നും പറയാനും എടുക്കാനും അറിയത്തില്ലെങ്കിൽ യേശുവേ 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 എന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഈ നാമത്തിന്റെ മേളില് വേറെ ഒരു ശക്തിക്കും നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശു എന്ന നാമത്തിന് ഭയങ്കര ശക്തിയാ. ഹല്ലേലൂയ. അങ്ങനെ വേറെ ഒന്നും, പലവരും ചിന്തിക്കും, അയ്യോ എനിക്ക് അന്യഭാഷയില്ല, എനിക്ക് സ്തുതിക്കാൻ അറിയത്തില്ല. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ ഒന്നും അറിയത്തില്ല എന്ന് പറയാൻ അറിയാമോ? യേശുവേ എന്ന് വിളിച്ച് അപേക്ഷിച്ചാൽ ഹല്ലേലൂയ, എല്ലാ ശക്തികളും എല്ലാ അന്ധകാരങ്ങളും വിറച്ച് നീങ്ങി മാറും. സ്തോത്രം. യേശുവെന്ന നാമത്തിന്റെ മുമ്പില് ഒരു ശക്തിക്കും നിൽക്കാൻ പറ്റത്തില്ല. യേശു കർത്താവ് പറയാ, പിതാവായ ദൈവത്തിനോട് സംസാരിക്കുമ്പം യേശു കർത്താവ് പറയാ, പിതാവായ ദൈവത്തിനോട് സംസാരിക്കുമ്പം പറയുക, ഹല്ലേലൂയ, നീ എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും മേൽ എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ഇതെന്താണെന്ന്? ഹല്ലേലൂയ, ഓരോരുത്തർക്കും നിത്യജീവൻ നൽകും. നിത്യജീവൻ ഇത് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് വേണം അതിനെ അവകാശമാക്കാൻ. ഈ ഭൂമിയിൽ വെച്ച് യേശു കർത്താവ്, യേശു എൻ്റെ ദൈവമാ എന്ന് വായും കൊണ്ട് ഏറ്റുപറഞ്ഞ്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ ദൈവമായി രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമ്മള് ഈത്തിന്റെയും പാപത്തിന്റെയും രാജ്യത്തിൽ നിന്ന്, പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിനകത്തേക്ക്, നിത്യജീവന്റെ വിശുദ്ധിയുടെ രാജ്യത്തിനകത്തേക്ക്, വെളിച്ചത്തിന്റെ രാജ്യത്തിനകത്തേക്ക്, പാപമില്ലാത്ത രാജ്യത്തിനകത്തേക്ക്, ദൈവം ആധിപത്യം എടുക്കുന്ന, ദൈവം ഭരിക്കുന്ന ദൈവം ആധിപത്യം എടുക്കുന്ന, ദൈവം ഭരിക്കുന്ന രാജ്യത്തിന്റെ ഹല്ലേലൂയ മക്കളും അവകാശികളും ആയി തീരുവാൻ നമ്മൾ ഓരോരുത്തരും. അപ്പം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഹല്ലേലൂയ, യേശു എൻ്റെ ദൈവമാണെന്നും യേശു എൻ്റെ കർത്താവാണെന്നും ഞാൻ എൻ്റെ പാപമെല്ലാം ജീവനിലേക്ക് കടക്കുക. സ്തോത്രം. ഇത് ദൈവത്തിന്റെ മഹാകരുണയും കൊണ്ട് ലഭിക്കുന്നതാ. ആർക്കോ പണം കൊടുത്തിട്ടോ, ഇന്ന സഭയിൽ ചെന്നിട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും തലയിൽ കൈവച്ചിട്ടോ ഒന്നുമല്ല. ഹല്ലേലൂയ. ഇത് നമ്മൾ സ്വന്തമായിട്ട് കൺഫെസ് ചെയ്ത് ഏറ്റുപറഞ്ഞ്, പാപമായിട്ട് കൺഫെസ് ചെയ്ത് ഏറ്റുപറഞ്ഞ്, പാപം വെടിഞ്ഞ്, കർത്താവേ യേശു എൻ്റെ ദൈവമാണെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് നിത്യജീവൻ
നിത്യജീവന്റെ പല കാര്യങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുന്നത് കാണാൻ സാധിക്കും. രോഗങ്ങൾ വിട്ടുമാറി ഓടിപ്പോകുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. പൈശാചിക തലത്തിന് നമ്മളുടെ മേൽ ഇനി അധികാരമില്ല എന്നുള്ളൊരു ഉറപ്പിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഈ നിത്യസിക്കുമ്പോൾ നിത്യജീവനിലേക്ക് കടക്കുന്നവരുടെ മേലിനിയും മന്ത്രവാദത്തിനോ ലക്ഷണങ്ങൾക്കോ കണ്ണിനോ നാവിനോ പ്രാക്കിനോ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ നാം ഇനിയും ക്രിസ്തുവിനകത്ത്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഈ നിത്യജീവന്റെ കർത്താവിന് മഹത്വം. ഈ നിത്യജീവന്റെ അവകാശികളായി തീരുമ്പോൾ ദൈവം അവിടെ രാജാവായി ഭരിക്കുന്നതാണ്. നമ്മൾ ദൈവരാജ്യത്തിനകത്തേക്ക് കയറുക. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ദൈവരാജ്യത്തിനകത്തേക്ക് കയറുക. അവിടെ പിന്നെ ഇനി ഞാൻ സ്വർഗത്തിൽ പോകുവോ നരകത്തിൽ പോകുവോ എന്നുള്ള ചോദിക്കുന്ന ഹല്ലേലൂയ സ്വർഗത്തിനകത്തേക്ക് ഞാൻ ഇനിയും പോകത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാറുക. നമ്മൾ നിത്യജീവൻ നമ്മൾ യേശു നമ്മുടെ കർത്താവായി കഴിയുമ്പോൾ നമ്മൾ നിത്യജീവനിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി മാറുക. നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി മാറുക. നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി മാറുക. സ്തോത്രം. പഴയതുപോലൊന്നും കരഞ്ഞും നിലവിളിച്ചും നിരാശപ്പെട്ടും എപ്പോഴും ഹൃദയത്തിനകത്ത് ഭാരം കൊണ്ടു നടന്ന് മോഹവും സങ്കടപ്പെട്ട് രോഗത്തിന്റെ അവസ്ഥ പോലെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിത്യജീവൻ അല്ലെങ്കിൽ ക്രിസ്തു എൻ്റെ ദൈവമായി കഴിഞ്ഞപ്പോ, നമ്മുടെ ഓരോരുത്തരുടെയും ദൈവമായി കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഏത് വിഷയം വന്നാലും അതിനകത്തൊരു ഭയങ്കര ആത്മധൈര്യമുണ്ട്. ഏത് പ്രതിസന്ധി കയറി വന്നാലും ഹല്ലേലൂയ ഇതിനെ പ്രാർത്ഥിച്ച് ജയമെടുക്കാം എന്നുള്ള ഒരു ഉറപ്പുണ്ട്. പണ്ട് കരിഞ്ഞും നിരാശപ്പെട്ടും മോഹമൊക്കെ തൂങ്ങി ഭയങ്കര ഭാരമൊക്കെ ആയിട്ടിരുന്ന ആൾക്കാര് ഇന്ന് ക്രിസ്തുവിന്റെ ആയി കഴിഞ്ഞപ്പോ ഹല്ലേലൂയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്ത് പ്രശ്നം വന്നാലും സങ്കടപ്പെട്ട് വാടി കരഞ്ഞ് നിലവിളിച്ചല്ലേ ഇരിക്കുന്നത്. കർത്താവ് ഇതെനിക്ക് ചെയ്തു തരും ഒരു ഉറപ്പ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ നിത്യജീവനകത്തേക്ക് കയറുക എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ വേറൊരു തലമായി തീരും. അപ്പൊ യേശു പിതാവായ ദൈവത്തിനോട് പറയുക, നീ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നവരുടെ മേല് നീ എനിക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കയ്യിലോട്ട് നമ്മളെ ഓരോരുത്തരെയും പിതാവായ ദൈവം കൊടുത്തിരിക്കുക. പിതാവ് അറിയാതെ ആർക്കും യേശുവിനെ അറിയാൻ പറ്റത്തില്ല എന്ന് യേശു വചനത്തിനകത്ത് പറയുന്നുണ്ട് അല്ലേ. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കിലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം പിതാവായ ദൈവം നമ്മളുടെ മേലൊരു ആകർഷണമിട്ട് നമ്മളെ സ്നേഹിച്ച് നമ്മളെ വലിച്ചെടുത്ത് ഹല്ലേലൂയ നമ്മൾ ഈ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായത് ഇതെന്തൊരു മഹാഭാഗ്യം. സ്തോത്രം. നമ്മൾ മഹാഭാഗ്യം. നമ്മൾ നിത്യജീവന്റെ അവകാശികളായത് എത്ര വലിയ മഹാഭാഗ്യം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് പല ആചാരങ്ങൾക്കകത്തും പല മതങ്ങൾക്കകത്തും വിശ്വാസം ആൾക്കാർക്കുണ്ട് അല്ലേ. അവരിനി അടുത്ത ജന്മം വേറെ എന്തെങ്കിലും ഒക്കെയായി വരുമെന്ന് വല്ല ഇരയായോ പുഴുവായോ വല്ല രൂപങ്ങളോ ഒക്കെ ആയോ വരുമെന്ന്. പക്ഷേ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, യേശുവിനെ അറിഞ്ഞാൽ, യേശു ദൈവമായി കഴിഞ്ഞാൽ ഒരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ ഇനിയും വേറൊരു ജന്മം ഹല്ലേലൂയ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിത്യം വേണ്ടി ഒന്നും കാത്തിരിക്കേണ്ട. സ്തോത്രം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മളുടെ വസിക്കുന്നത് യേശുവുമായിട്ട്. ഇനിയും ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നമ്മൾ പാർക്കുന്നത് യേശുവുമായിട്ട് സ്വർഗത്തില. ഹല്ലേലൂയ. സ്വർഗത്തിൽ വസിക്കാം എന്നുള്ളൊരു ഉറപ്പ് നൽകുന്നത് ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. ഇനി നമ്മളെ നരകത്തിന്റെ തീക്കകത്തേക്ക് വലിച്ചെറിയത്തില്ല എന്നുള്ളൊരു ഉറപ്പ് തരുന്നത് ഈ യേശുവിൽ വന്നു കഴിയുമ്പോഴാ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മേൽ അധികാരം എടുത്തിരിക്കുക എന്ന് പറഞ്ഞ് യേശു എൻ്റെ
കർത്താവാ. ഹല്ലേ, ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടക്കണം. യേശു എൻ്റെ കർത്താവാ. യേശു എൻ്റെ മേൽ എല്ലാ അധികാരവും എടുത്തിരിക്കുക. ഹല്ലേ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും എൻ്റെ യേശുവിന്. ഹാലലൂയ, ഹാലലൂയ, സ്തോത്രം, കർത്താവിന് മഹത്വം. രണ്ടാം വചനം നമ്മളോട് പറയുന്നേ, നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ വളർത്തിക്കൊണ്ടിരുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ മേൽ ഉത്തരവാദിത്വം, അല്ലേ? വീട്ടിനകത്ത് അപ്പന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം. എന്ന് വെച്ചാൽ അപ്പനാണ് വീടിന്റെ നാഥൻ. അപ്പന് കുറെ ഉത്തരവാദിത്തങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ അപ്പന് കുറെ ഉത്തരവാദിത്തങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ അപ്പൻ വഹിക്കും, അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ അപ്പയ്ക്ക് മമ്മിയെക്കാട്ടിലും ഉത്തരവാദിത്വ വീടിന്റെ മേല്, മക്കളുടെ മേല്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെ മേലും. അപ്പ ഇങ്ങനെ കാട്ടിലും കൂടുതൽ അപ്പ അധ്വാനിക്കും വീടിന് വേണ്ടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഭാവിയെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന എൻ്റെ മമ്മിക്ക് ഒന്നും ബോധർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒന്ന് റെന്റ് കൊടുക്കാനോ, ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ല് കൊടുക്കാനോ, ഞങ്ങളുടെ ട്യൂഷൻ ഫീസ് കൊടുക്കാനോ ഒന്നിനും മമ്മിക്ക് ഒരു ഭാരവും വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ സ്വർഗത്തിലെ അപ്പായിക്ക് നമ്മളുടെ മേൽ ഉത്തരവാദിത്വം വന്നു കഴിയുമ്പോൾ ഇതിലും അപ്പുറമാ. നമ്മൾക്കൊന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച്, എൻ്റെ മക്കളുടെ വിവാഹത്തിനെ കുറിച്ച്, അവരുടെ പഠിത്തത്തിനെ കുറിച്ച്, എൻ്റെ വാർദ്ധക്യത്തിനെ കുറിച്ച്, എൻ്റെ ജോലിയെ കുറിച്ച്, എൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച്, എൻ്റെ വാർദ്ധക്യത്തിനെ കുറിച്ച്, എൻ്റെ ജോലിയെ കുറിച്ച്, എൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച്, എൻ്റെ വസ്ത്രത്തെ കുറിച്ച്, എൻ്റെ കൂട്ടുകാരെ കുറിച്ച് ഒന്നും ഞാൻ ഇനിയും ഭാരപ്പെടേണ്ട. എൻ്റെ ദൈവം എൻ്റെ മേൽ ഉത്തരവാദിത്വം വഹിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ കർത്താവ് തീരുമാനിക്കും ആരാണ് എൻ്റെ കൂട്ടുകാർ, എൻ്റെ മക്കൾ ആരെയാണ് കല്യാണം കഴിക്കുന്നത്, അവരെവിടാണ് പഠിക്കുന്നത്. എൻ്റെ കർത്താവിന് യേശു എൻ്റെ കർത്താവാ. ഹല്ലേലൂയ, യേശു എൻ്റെ കർത്താവായതിനാൽ എൻ്റെ ജീവിതം തോൽവിയായി തീരത്തില്ല. എൻ്റെ ജീവിതം അനുഗ്രഹമായി തീരും. നിത്യജീവന്റെ സകല നന്മയും എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നത് എനിക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ഞാൻ നിത്യജീവന്റെ അവകാശിയാണെങ്കിൽ ജീവിക്കുന്ന സ്വർഗത്തിനകത്ത് തോൽവിയില്ല, സ്വർഗത്തിനകത്ത് നിരാശയില്ല, സ്വർഗത്തിനകത്ത് അന്ധകാരമില്ല, പ്രാക്കില്ല, ശാപമില്ല, കെട്ടില്ല, ബന്ധനമില്ല. എൻ്റെ ദൈവം വസിക്കുന്ന സ്വർഗത്തിനകത്ത് സ്വാതന്ത്ര്യമാ. ഹല്ലേലൂയ, അവിടെ സന്തോഷം, അവിടെ ആനന്ദമാ. ഹല്ലേലൂയ, അവിടെ എൻ്റെ കർത്താവ് സന്തോഷം, അവിടെ ആനന്ദമാ. ഹല്ലേലൂയ, അവിടെ എൻ്റെ കർത്താവുമായിട്ട് മുഖാമുഖം കണ്ട് ആരാധനയും സ്തോത്രവും എൻ്റെ യേശുവിൻ്റെ കാതിലിരുന്ന് സംസാരിക്കുവാണെങ്കിൽ ഇന്ന് ഭൂമിയിലും അതേപോലത്തെ ജീവിതമാ. ഹല്ലേലൂയ, ഭയത്തിലല്ല ഞാൻ ജീവിക്കുന്നേ, പക്ഷെ യേശുവിൻ്റെ അപ്പാണ്, യേശുവിൻ്റെ കർത്താവാണ്. എൻ്റെ ജീവിതത്തിന്റെ മേൽ ഉത്തരവാദിത്വം യേശുവിനുണ്ട്. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അപ്പയും മമ്മിയും ഞാൻ കണ്ടിരിക്കുന്നേ. എൻ്റെ മമ്മിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. ഞങ്ങളെ മക്കളെ വഴക്ക് പറയുകയും ആഹാരം തരുവേ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ എൻ്റെ അപ്പയ്ക്കായിരുന്നു എല്ലാ ഉത്തരവാദിത്വം. എൻ്റെ മമ്മി സുഖമായിട്ടിരുന്ന് അപ്പ ചെയ്യുന്ന എല്ലാം ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ അപ്പ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സകല നന്മയും ഞാൻ ഇനി സ്വർഗത്തിൽ ചെന്നിട്ട് മാത്രമല്ല അനുഭവിക്കുന്നേ, എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് യേശു എൻ്റെ കർത്താവായതുകൊണ്ട് എനിക്ക് ആ നിത്യജീവന്റെ സകല നന്മകളും എനിക്ക് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ, നിത്യജീവൻ ഇറ്റ് ഇസ് എ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ നിത്യജീവന്റെ അവകാശിയായതുകൊണ്ട് എനിക്ക് നിരാശപ്പെടേണ്ട, എനിക്ക് ഭാരപ്പെടേണ്ട. ഞാൻ എൻ്റെ യേശുവിൽ ആശ്രയിച്ചാൽ മതി. ഞാൻ എൻ്റെ കർത്താവുമായിട്ട് ഞാൻ ബന്ധത്തിൽ ഇരുന്നാൽ മതി. ഹല്ലേലൂയ, ഇരുന്നാൽ മതി. ഹല്ലേലൂയ, നമ്മുടെ വീടിനകത്ത് നമ്മുടെ അമ്മമാര് അപ്പനുമായിട്ടുള്ള ബന്ധത്തിലുള്ളത് കൊണ്ടാണ് ആ അമ്മയ്ക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, സ്വർഗത്തിലെ അപ്പായുമായിട്ട് എൻ്റെ യേശുവുമായിട്ട് എൻ്റെ ബന്ധം പുലർത്തും തോറും ശുഭമായും ഇരുന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത്, പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും ശുഭവും ആയിരിക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ, അപ്പൊ നമ്മളുടെ ആത്മാവ് കർത്താവുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കും തോറും യേശുവിന്റെ കർത്താവാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായി ഇരിക്കും തോറും എനിക്ക് എൻ്റെ ജീവിതം എല്ലാ മേഖലയിലും സുഖവും ശുഭവും ആയി തീർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് നിത്യജീവൻ ചെയ്യുന്നത്. ഹല്ലേലൂയ, യേശുക്കാർ പറയുവാണ്,
അപ്പായോട്, അപ്പാ നീ എൻ്റെ കയ്യിൽ തന്നവരുടെ മേൽ എനിക്ക് അധികാരമുണ്ട്, എനിക്ക് ആധിപത്യമുണ്ട്, അവരുടെ മേൽ എനിക്ക് അധികാരമുണ്ട്, ഞാൻ അവരുടെ കർത്താവാ. ഹല്ലേലൂയ, സ്തോത്രം. യേശു എൻ്റെ കർത്താവാണെങ്കിൽ എൻ്റെ ജീവിതം സുരക്ഷിതമുള്ള ഒരു ജീവിതമാ. ഞാൻ നിത്യജീവൻ ഭൂമിയിൽ വെച്ച് തന്നെ അതിൻ്റെ നന്മകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വാക്യം യോഹന്നാൻ സുവിശേഷം 17:3 പറയുന്നു, and this is the way to have eternal life, to know you the only true God and Jesus Christ the one you sent to earth. Hallelujah. 17:3 യോഹന്നാൻ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും തന്നെ നിത്യജീവൻ ആകുന്നു. ആമേൻ. ഹല്ലേലൂയ. വാദവും ഇല്ല, തർക്കവും ഇല്ല, ഒന്നുമില്ല. ഒറ്റയൊരു കാര്യമേ ഉള്ളൂ. യേശുവിനെ അറിയുക, പിതാവായ ദൈവത്തിനെ അപ്പായിട്ട് സ്വീകരിക്കുക. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. വേറെ ഒരു മാർഗത്തിലൂടെയും നിത്യജീവൻ കിട്ടത്തില്ല. കുറെ കാഴ്ച, നേർച്ച, വഴിപാട്, അത് ഇത് ഒക്കെ എന്നെ എങ്ങനെയും രക്ഷപ്പെടുത്തും? ഒന്നുമില്ല. ഞാൻ ആ ജ്യോതിഷന്റെ അടുത്ത് പോകാം, ഈ പ്രവാചകന്റെ അടുത്ത് പോകാം, ഈ വ്യക്തിയുടെ അടുത്ത് പോകാം, അവര് പ്രാർത്ഥിച്ചാൽ എനിക്ക് നിത്യജീവൻ? നോ. നമ്മുടെ ലക്ഷ്യം നിത്യജീവനായിരിക്കണം. വേറെ ഒരു മാർഗവും ബൈബിള് പഠിപ്പിക്കുന്നത് യേശുവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ഒരു വഴിയും, ഹല്ലേലൂയ, ഇതല്ലാതെ നമുക്ക് വേറെ ഒരു മാർഗവും പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇത് മാത്രമേ ഉള്ളൂ നിത്യജീവന്റെ വഴി. ദൈവത്തിനെ അറിയുക യേശു ക്രിസ്തുവിലൂടെ വഴി. ദൈവത്തിനെ അറിയുക യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് പിതാവായ ദൈവത്തിനെ അറിയാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഫിലിപ്പിയരുടെ ലേഖനം 3:8 വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, ബാക്കിയെല്ലാം ചപ്പും ചവറുക. ഹല്ലേലൂയ. ഈ ബാക്കിയെല്ലാം ചപ്പും ചവറുക. ഹല്ലേലൂയ. ഫോർ ഹിസ് സേക്ക്, വായിച്ച് 3:8, ഫോർ എവറിത്തിങ് എൽസ് ഇസ്. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എനിക്ക് എന്റെ നിത്യജീവനിലേക്ക് എന്നെ വിളിച്ചു കൂട്ടിയ കർത്താവിനെ കുറിച്ച് എനിക്ക് അറിയാനാ എനിക്കിഷ്ടം. ബാക്കിയെല്ലാം വേസ്റ്റാ എന്ന് ഞാൻ എണ്ണുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും യൂസ്ലെസ്സാ. അപ്പൊ എന്ത് നമ്മളുടെ മുമ്പ് വന്നാലും നമുക്കൊരു വായിക്കാൻ എന്തെങ്കിലും കിട്ടിയാല് ഒന്ന് സംസാരിച്ച് ഇടപെടാൻ ഒരു അവസരം ഏതെങ്കിലും വ്യക്തിയായിട്ട് കിട്ടിയാൽ നമ്മുടെ ചോദ്യം ഇതായിരിക്കണം, ഇതെന്നെ നിത്യജീവനകത്തേക്ക് കൊണ്ടുപോകുന്നതിന് തടസ്സപ്പെടുത്തുവോ? ഹല്ലേലൂയ. ഞാൻ ഈ വായിക്കുന്ന കാര്യം, ഹല്ലേലൂയ, എന്നെ ഞാൻ നിത്യജീവന്റെ നന്മകൾ തടസ്സമായി തീരുമോ? ഞാൻ എൻ്റെ ഈ സംസാരം, എൻ്റെ ഇടപെടലുകള്, ഹല്ലേലൂയ, ഏർപ്പാടുകള്, ഇതൊക്കെ നിത്യജീവന്റെ വഴിയിൽ തടസ്സമായി തീരുവോ? ഹല്ലേലൂയ. നമ്മൾ ചിലപ്പം വീട്ടിൽ വലിയ ബഹളമൊക്കെ വെച്ച് ഒച്ചയിൽ സൗണ്ടൊക്കെ എടുത്ത് ഭയങ്കര ശാസനയൊക്കെ എടുത്ത് തട്ടുമ്പോഴായിരിക്കും കാഹളം ധ്വനിക്കുന്നത്. അയ്യോ, ആ സമയത്ത് കർത്താവുമായിട്ട് പോകാനുള്ള വഴി തെറ്റിപ്പോകും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ പ്രവൃത്തി, നമ്മുടെ ചിന്തകള്, നമ്മളുടെ ഓരോ കാര്യങ്ങള് നിത്യജീവനെ തടസ്സപ്പെടുത്തുന്നതാണോ? ഹല്ലേലൂയ. നമ്മൾ നിത്യജീവന്റെ അവകാശിയുടെ അനുസരിച്ചാണോ നമ്മളുടെ ഓരോ പ്രവൃത്തികളും? ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒരാളെ കല്യാണം കഴിച്ച് ആ വ്യക്തിയുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം അങ്ങോട്ട് ഭയങ്കര ഒരു മൂഡ് സ്വിംഗ് ആയി. എന്നിട്ട് ആ വ്യക്തിയോട് പറയാം, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾ കൊള്ളത്തില്ല, എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ, എന്തൊരു ജീവിതമായിരിക്കും അതല്ലേ? എല്ലാം തല്ലി തകർത്ത് അത്രയും നാളത്തെ എല്ലാ റിലേഷൻഷിപ്പും തല്ലി തകർത്തു. എൻ്റെ കർത്താവുമായിട്ട് നമ്മുടെ യേശു എൻ്റെ കർത്താവാ, എൻ്റെ ദൈവമാ, ഞാൻ ആരാധിക്കുന്ന എൻ്റെ അക്കരെ യേശുവാ എന്നൊക്കെ പറഞ്ഞ് കൂടെയൊക്കെ ഇരുന്നിട്ട് ഒരു ദിവസം അങ്ങോട്ട് ആരോടോ ദേഷ്യം വന്നപ്പം ഭയങ്കര പൊട്ടിത്തെറിയും ബഹളവും ഒക്കെയാ. ഭയങ്കര ഡ്രാമയാ അവിടെ നടക്കുന്നത്. സ്തോത്രം. അയ്യോ, കർത്താവ് എന്ത് ചെയ്യും അതിനകത്തല്ലേ? യേശു എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ യേശുവിന്റെ കർത്താവാണെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ദേഷ്യത്തിന് കർത്തൃത്വം വിട്ടുകൊടുത്തു, ക്രോധത്തിന് കർത്തൃത്വം വിട്ടുകൊടുത്തു, അസൂയക്ക് കർത്തൃത്വം വിട്ടുകൊടുത്തു, ജഡത്തിന് കർത്തൃത്വം വിട്ടുകൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ പറയുക,
ലോകത്ത് എന്ത് വേണേലും നടക്കട്ടെ, ആരെന്ത് വേണേലും പറയട്ടെ, എന്നെ എന്റെ യേശുവിനെ അറിയുന്നത് എനിക്ക് എല്ലാ വിധത്തിലും ഭാഗ്യം എന്ന് ഞാൻ കാണുന്നത്. അവരെന്നെ ചെറുതാക്കിയോ, അവരെന്തെങ്കിലും എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ഒഫൻസ് തോന്നിയോ, അവരേതാണ്ടൊക്കെ ചെയ്തപ്പം അയ്യോ എന്നാലും ഇവരിങ്ങനെ പറഞ്ഞല്ലോ, ഞാനത് പോയി തിരുത്തട്ടെ എന്നൊക്കെ തോന്നിയോ, തിരുത്താനൊന്നും നിൽക്കണ്ടാന്നേ. ഹല്ലേലൂയ. എന്നൊക്കെ തോന്നിയോ, തിരുത്താനൊന്നും നിൽക്കണ്ടാന്നേ. ഹല്ലേലൂയ. യേശുവല്ലേ വലുത്? യേശുവിനെക്കാട്ടിലും വലിയത് എന്തെങ്കിലും ഉണ്ടോ? യേശുവിനെക്കാട്ടിലും ശോഭയേറിയത് വേറെ എന്തെങ്കിലും ഉണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറയാ, ബാക്കിയെല്ലാം ചപ്പും ചവറുമാ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം ഭയങ്കര നമ്മളെ നിത്യജീവനെ കുറിച്ച്, അല്ലെങ്കിൽ ആ നിത്യജീവൻ നമുക്ക് നൽകിയതിനെ കുറിച്ചുള്ള ഒരു ഭയങ്കര ശക്തമേറിയ ഒരു വാക്ക അല്ലെ യോഹന്നാൻ 3:16. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു വാക്ക. എന്താണ്? For God so loved the world so much that he gave his one and നമ്മൾ ഓർക്കുമ്പോ ബാക്കിയെല്ലാം നിസ്സാരമാ. തന്റെ ഏകജാതനായ പുത്രനെ എന്തിനാ നമുക്ക് നൽകി? എന്തിനാ നൽകിയത്? നമ്മളെ ഇത്രയധികം സ്നേഹിച്ചു. ഈ കൊള്ളാത്ത നമ്മളെ ഓരോരുത്തരെയും, ഈ കൊള്ളാത്ത മാനവ കുലത്തിനെ ദൈവം ഇത്രയേറെ സ്നേഹിച്ചു. സ്നേഹിച്ചത് കുലത്തിനെ ദൈവം ഇത്രയേറെ സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് ഓരോരുത്തർക്കും നൽകി. നമ്മൾക്ക് നിത്യജീവൻ. എന്തിനാ? ഹു ബിലീവ്സ് ഇൻ ഹിം വിൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് ഇറ്റേണൽ ലൈഫ്. അവനിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും നശിച്ചു പോകത്തില്ല, തീർന്നു പോകും. സ്തോത്രം. നമ്മളെ കർത്താവിനെ ഭൂമിയിൽ അയച്ചത് നമ്മളെ വിധിക്കാനല്ല, നമ്മളെ രക്ഷിക്കാനാ. യേശു മാത്രമേ ഉള്ളൂ വിധിക്കാത്തവൻ, യേശു മാത്രമേ ഉള്ളൂ തള്ളിക്കളയാത്തവൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വരുവാനായിട്ട് ലഭിച്ച ഭാഗ്യം എത്ര വലുത്, എത്ര വലുത്. യേശുവിൻ്റെ സന്നിധിയിൽ വരുന്ന ഒരുപക്ഷെ ആദ്യമൊക്കെ വന്നത് ഈ എന്തേലുമൊക്കെ നേടാനായിരിക്കും. ആ ജോലി കിട്ടാനോ, രോഗം മാറാനോ, തകർന്ന കുടുംബജീവിതം യോജിക്കാനോ ഒക്കെ ആയിരിക്കും വന്നത്. പക്ഷെ യേശു നമ്മുടെ ജീവിതത്തിനെ ഒക്കെ എടുത്ത് മാറ്റിമറിച്ച് ഭംഗിയായി കഴിയുമ്പോൾ ഇനി എപ്പോഴേലും ഒക്കെ കർത്താവിനെ ആവശ്യമുള്ളപ്പം തേടാം എന്ന് പറഞ്ഞല്ല. പിന്നെ അവിടം തൊട്ട് നമ്മളൊരു ഓട്ടം തുടങ്ങണം. എനിക്ക് എന്നെ വിടുവിച്ച കർത്താവിനെ എനിക്കറിയണം, എന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തിനെ എനിക്ക് കൂടുതൽ അറിയണം. ഹല്ലേലൂയ. സ്തോത്രം. നിത്യജീവൻ നമ്മുടെ ഹൃദയജീവനെ പെർസ്യൂ ചെയ്യണം. എന്ന് വിളിച്ചു പറഞ്ഞേ, യേശുവിൻ്റെ കർത്താവായതുകൊണ്ട് എനിക്കൊന്നിനും കുറവില്ല. യേശുവിൻ്റെ കർത്താവായതുകൊണ്ട് ഹല്ലേലൂയ എനിക്ക് തോൽവിയില്ല. യേശുവിൻ്റെ കർത്താവായതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ ആ നിത്യജീവന്റെ അവകാശിയായി തീർന്നിരിക്കുക. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മൾ യേശുവിനെ അറിഞ്ഞ് യേശു നമ്മുടെ കർത്താവായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി തന്നെ മാറുക. ഹല്ലേലൂയ. എത്ര അത്ഭുതമായത്, എത്ര ആശ്ചര്യമായത്. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി നമ്മളെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ ലൈഫിനകത്തേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത് യേശു കർത്താവിലൂടെ. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഈ ജീവിതം ധന്യമായി തീരട്ടെ.